ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെയിലി കെയർ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. പൊറോട്ട നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ലെയർ പൊറോട്ട നമുക്ക് അതായത് മാവൊന്നും ഒരുപാട് ടൈം കുഴിക്കാതെ, അതായത് ഒരുപാട് ടൈം കുഴിച്ച് ബുദ്ധിമുട്ടാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയർ ആയിട്ടുള്ള പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിൻ്റെ മുൻപ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം വേണ്ടത് മൈദാമാവാണ്. മൈദാമാവ് ഞാനിവിടെ 3/4 കിലോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾ മാവൊക്കെ ഇങ്ങനെ കൂട്ടിയും കുറച്ചും വേണ്ടതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3/4 കിലോ മൈദാമാവ് പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് നിങ്ങൾ ഇട്ടാൽ മതി. അപ്പോൾ 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടെ ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ 1 സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ മാവ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ 2 മുട്ട അല്ലെങ്കിൽ 3 മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കത് മാവിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മുട്ട അല്ലെങ്കിൽ 2 മുട്ട ഇപ്പോൾ ഇതിലിട്ടാലും പ്രശ്നമൊന്നുമില്ല. കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മുട്ട. അപ്പോൾ ഒരു മുട്ട ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ഗ്ലാസ് പാലോടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് പാലിത് കാച്ചിട്ട്, നമ്മൾ പാൽ കാച്ചി തണുത്ത പാലാണ് കേട്ടോ അത്. അപ്പോൾ അതൊന്ന് 1 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് പാകത്തിന് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ സാധാ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്ന പരുവത്തിലൊന്ന് കുഴച്ചാൽ മതി. ഒരുപാട് ടൈം ഇങ്ങനെ പൊറോട്ടയ്ക്ക് സാധാ നന്നായിട്ട് കുഴക്കണ പോലെ ഒന്നും കുഴച്ചെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന ഒരു പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും സ്മൂത്തൊക്കെ ഉണ്ട്. ഇപ്പോൾ തൊടുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റും സ്മൂത്തും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് ബോളാക്കിയിട്ട് എടുക്കണം, അതായത് ഉരുണ്ടയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ കുറച്ച് ബോൾസായിട്ട് ഉരുണ്ടയാക്കിയിട്ട് വരാം കേട്ടോ. മാവ് ഉരുണ്ടയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വേണ്ട വലിപ്പത്തിൽ എടുക്കാം കേട്ടോ. ഇത് ഈ ഒരു വലിപ്പം എന്ന് പറയുന്നത് ചെറിയ പൊറോട്ടയെ കിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ വലിപ്പമുള്ള പൊറോട്ട വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ ബോൾസ് ആക്കിയാൽ മതി. പിന്നെ ഇതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ അതായത് ഈ ബോൾസ് എല്ലാം മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് എല്ലാ ഭാഗത്തും ഓയിൽ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഓയിൽ പിന്നീട് വേസ്റ്റ് ആവുന്നില്ല. നമുക്ക് ഈ ഒരു പൊറോട്ടൻ്റെ ഈ ഒരു മാവ് മാറ്റിയ ശേഷം നമുക്കത് ഓയിൽ യൂസ് ചെയ്യാം. കറിക്കൊക്കെ സാധാ പോലെ തന്നെ യൂസ് ചെയ്യാം. വേറെ പ്രശ്നമൊന്നുമില്ല അതിൽ. അപ്പോൾ ഇതൊരു 1 മണിക്കൂർ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം ഇനി. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ബോൾസ് ബാക്കി ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ 1 മണിക്കൂറായി. ഇനി നമുക്കിത് എങ്ങനെയാണ് പരത്തേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഒരെണ്ണം ഇപ്പോൾ പരത്താൻ പോവുകയാണ്. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് കയ്യിലൊന്ന് ഓയിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് നൈസായിട്ട് കിട്ടണം. അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് നൈസായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇത്. ഇനി ഇത് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ കത്തി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. അപ്പോൾ പൊറോട്ടയ്ക്ക് സാധാ ചുരുട്ടുന്ന ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് കൈകൊണ്ട് തന്നെ നമുക്ക് വട്ടത്തിൽ ചുരുട്ടിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതൊന്ന് ചുരുട്ടിയെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. കൈ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഈ ഒരു ലെവലിലാണ് കിട്ടേണ്ടത്.
ഇനി ഇത് പരത്തേണ്ട വിധം നോക്കാം. അപ്പോൾ ആദ്യം ഇത് എടുക്കുക, അതിനുശേഷം കയ്യിൽ കുറച്ച് ഓയിൽ എടുക്കുക, അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പരത്തി അതേ ഒരു ലെവലിൽ തന്നെ നമുക്കിത് സൈഡൊക്കെ നൈസായിട്ട് കിട്ടണം. അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് ചെറിയ പൊറോട്ടയാണ്. അപ്പോൾ കുറച്ചുകൂടെ ബോൾസ് വലുപ്പമായിട്ട് എടുത്താൽ മതി, അപ്പോൾ വലുതായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതിപ്പോൾ ഇത് ഇരുമ്പ് കല്ലിലാണ് വെച്ചിരിക്കുന്നത്. നമ്മളിത് പൊറോട്ട ഉണ്ടാക്കുന്നത് ഇരുമ്പ് കല്ലിലാണ്. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നായിട്ടൊന്ന് തിരിച്ചിടാം. അപ്പോൾ പൊറോട്ട ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ചെണ്ണം ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം കുറച്ചെണ്ണം ആകുമ്പോൾ തന്നെ നമുക്കത് അടുക്കി വെച്ച ശേഷം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് അടിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നന്നായിട്ട് ലെയറായിട്ടും സോഫ്റ്റായിട്ടും ഉണ്ടാവുള്ളൂ പൊറോട്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ചെണ്ണം ആവുന്ന ടൈമിൽ ഇങ്ങനെ അടുക്കി വെക്കുക. അതിനുശേഷം കൈ ഉപയോഗിച്ചിട്ട് കയ്യിൽ ജസ്റ്റ് ഒന്ന് ഓയിലാക്കിയോളൂ കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ലെയറായിട്ട് കിട്ടും, നന്നായിട്ട് സോഫ്റ്റും സ്മൂത്തും ഒക്കെ ആവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചൂട്ടോടെ തന്നെ അടിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലേ ആ ഒരു സോഫ്റ്റും സ്മൂത്തും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ അടിച്ചു കൊടുക്കുക. അപ്പോൾ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.